നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. അദ്ദേഹത്തിന് ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള സ്ഥാനം നാം കണ്ടതാണ്. ജാതി മത ഭേദമന്യേ അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന, അദ്ദേഹത്തിന് ബഹുമതികൾ കൊടുക്കുന്ന നിരവധി മുസ്ലിം രാജ്യങ്ങളെ പോലും നാം കണ്ടു. അപ്പൊ എങ്ങനെ താത്ത നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോ താത്ത വന്നിരിക്കുന്നത്? എങ്ങനെ ഉണ്ടാക്കിയത് ഭക്ഷണം? ഗ്യാസ് അടുപ്പിലാണോ വിറകടുപ്പിലാണോ? വിറകടുപ്പിലാണ്. താത്തന്റെ കണ്ണ് കണ്ടാലറിയാം, കണ്ണ് ചോന്നിട്ടുണ്ട്. വിറകടുപ്പില് തന്നെയാണ്. ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് താത്ത, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അലിയാണ് ഗ്യാസ് കിട്ടാതെ. വല്ലാത്തൊരു കഷ്ടം. എങ്ങനെ തീരുമാനം ഉണ്ടാക്കോ ഈ ഇടയ്ക്കെങ്ങാനും? നരേന്ദ്രമോദിയോട് ഒന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം താത്ത, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. താത്ത പറയാമെന്ന് പറഞ്ഞോ. എന്നിട്ടും ഈ ഭാരതത്തിലെ കൊച്ചു കേരളത്തിൽ ഇന്നും അദ്ദേഹത്തെ ഇസ്ലാമിക് വിരോധിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. എന്തൊരു വിരോധാഭാസമാണല്ലേ. അപ്പൊ എങ്ങനെ താത്ത ഈ പരിപാടിക്ക്, ഈ സംഖ്യകളെ വെളുപ്പിച്ചെടുക്കുന്ന ഈ പരിപാടിക്ക് താത്തയ്ക്ക് മാസ ശമ്പളമായിട്ടാണോ കിട്ടുന്നത്, അതോ ദിവസം കൂലിയായിട്ടാണോ കിട്ടുന്നത്? പണിയെടുക്കാതെ ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ തടയണല്ലേ താത്ത? അങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് നിന്നാ മേട്ടാ. പോരാത്തതിന് പർദ്ദയുടെ മേലെ കൂടെ BJP-ന്റെ കൊടിയേക്ക് താത്ത പുതച്ചിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നഷ്ടമാണ് താത്ത. ഇവിടെ കേരളത്തിൽ BJP ഇസ്ലാമിനെതിരാണ്, ഇന്ത്യയിലെ മുസ്ലിംസിന് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനിയായ കാന്തപുരം AP ഉസ്താദ് മോദിജിയെ കാണുകയും അതോടൊപ്പം തന്നെ സമസ്തയുടെ സമ്മേളനത്തിന് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതയാണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. എന്റെ പൊന്നാര ശ്രീയെ, ഈ നോമ്പ് മാസത്തിൽ ബീഹാറിലെ ഒരു നോമ്പെടുത്ത ഒരു യുവതിയെ തീവ്രവാദികളായ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. അതേപോലെ തന്നെ ഈ നോമ്പ് മാസത്തില് ഇതുപോലെ 4 മുസ്ലിങ്ങളെയാണ് തല്ലിക്കുന്നത് തീവ്രവാദികളായ ആൾക്കൂട്ടം. വല്ലതും അറിയോ നിനക്ക്? അപ്പൊ ഉസ്താദ് പറഞ്ഞ സത്യം തന്നെ, ഈ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്. നിനക്ക് വേറൊരു കാര്യം അറിയോ? അല്ല വേണ്ട, നീ തട്ടവും പർദ്ദയും ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് നിന്നോട് ഞാൻ പറയാണ്, മുഹമ്മദ് നബി ഇസ്ലാം മതത്തിനകത്ത് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും അനീതി കാണുകയാണെങ്കിൽ നിങ്ങൾ ശരീരം കൊണ്ട് പ്രതികരിക്കണം, അല്ലെങ്കിൽ വായ് കൊണ്ടെങ്കിലും പ്രതികരിക്കണം, അതിനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും പ്രതികരിക്കണം എന്ന്. അങ്ങനെ പഠിപ്പിക്കുന്ന ഈ മതത്തിനകത്ത് ഇതുപോലെ തട്ടവും പർദ്ദയും ഇട്ടുകൊണ്ട് വന്നിട്ട് സംഘികളെ സൂചിപ്പിക്കുന്ന നിന്റെ ആ മനസ്സുണ്ടല്ലോ, വല്ലാത്ത തൊടിക്കെട്ടിയാണ് എന്റെ പെണ്ണും പിള്ളേ നിന്റെ ആ മനസ്സിന്. നിന്നെപ്പോലുള്ള സ്ത്രീകളാണ് ഈ ഇസ്ലാം മതത്തിനകത്ത് കിടക്കുന്ന കളകൾ നിനക്ക് മനസ്സിലായില്ല? ഈ നെൽപ്പാടത്തിന്റെ ഇടയിൽ വെലിഞ്ഞു വരുന്ന ഒരു ചെടിയുണ്ട്, അതിനെയാണ് കള എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ പറിച്ചു കളയും. അതേപോലെ നിന്നെ ഈ മതത്തിന്റെ അകത്ത് നിന്ന് പറിച്ചു കളയണം.